വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഓൺ വോയിസ് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത്. പക്ഷേ ഓൺ വോയിസിൽ എന്തൊക്കെയോ നോയ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് അങ്ങോട്ട് വെച്ചു. ഇതിൽ ഉൾക്കൊള്ളിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് ഒരു കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഉദ്ദേശിക്കുന്നത്. ഫുൾ ഡേ കിട്ടുമെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സമയം ഒരു ഏകദേശം 6:30 ആയിട്ടുണ്ട്. തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ പ്രത്യേക ഒരു തണുപ്പാണല്ലോ. അപ്പോൾ എണീക്കാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. നേരത്തെ എണീക്കണം എന്നൊക്കെ വിചാരിച്ച് അലാറമൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കിടക്കുക. പക്ഷേ രാവിലെ അങ്ങോട്ട് എണീക്കാൻ തോന്നില്ല. പിന്നെ ഇവരുടെ ഒരു കാര്യം എന്താ വെച്ചാൽ ഞാനിങ്ങനെ ഒരു 4 മണിക്ക് എണീക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെൻ്റെ കൂടെ എണീക്കും. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ എണീച്ചപ്പോൾ തന്നെ എൻ്റെ കൂടെ ഇവരും എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുക്കളയിലോട്ട് വന്നിട്ട് നേരെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇവിടെ വീട്ടിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ മാത്രമേ ഇവിടെ ചായ കുടിക്കുള്ളൂ. ഏട്ടനും മക്കൾ രണ്ടുപേരും ചായ കുടിക്കില്ല. അവർ രാവിലെ ചുക്കുവെള്ളം മാത്രമേ കുടിക്കുള്ളൂ. അപ്പോൾ എനിക്ക് ഒരാൾക്കുള്ള മാത്രമേ ചായ ഇവിടെ വെച്ചിട്ടുള്ളൂ. മറ്റവരൊക്കെ ചുക്കുവെള്ളമല്ലേ കുടിക്കുക. അപ്പോൾ അവർക്ക് ചായ ആവശ്യമില്ലല്ലോ. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മുടെ ഉഴുന്നുദോശയും ചമ്മന്തിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. തലേദിവസം തന്നെ മാവ് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ ആ ഒരു സമാധാനമാണ്. രാവിലേക്ക് ദോശ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ രാവിലെ എണീറ്റാൽ അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ ഒരു കൺഫ്യൂഷനാണ്. എന്തുണ്ടാക്കും, അല്ലെങ്കിൽ രാവിലെ എണീറ്റാൽ വിചാരിക്കും ഇനി എന്താ ഇപ്പം ഉണ്ടാക്കുക, അങ്ങനൊരു കൺഫ്യൂഷനാണ്. തലേദിവസം മാവ് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ നമുക്ക് ഒരാശ്വാസമാണ്. 2-3 ദിവസത്തിനൊക്കെ ഉള്ള ഒരുമിച്ചിട്ട് അരച്ച് വെക്കാറാണ് ഫ്രിഡ്ജിൽ. അതാകുമ്പോൾ പിള്ളേർക്ക് ഇടയ്ക്ക് വൈകുന്നേരം വിശക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അതിന് 2-3 ചുട്ട് കൊടുക്കും. നമ്മളും കഴിക്കും, പിള്ളേർക്കും കൊടുക്കും. ഒന്നുമില്ലാത്ത ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ 2-3 ദിവസത്തിനൊക്കെ ഒരുമിച്ച് മാവ് അരച്ച് വെക്കാറാണ് പതിവ്. അങ്ങനെ ബാക്കി കുറച്ച് മാവും കൂടെ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ ദോശ ചുടാൻ വിചാരിച്ച്. വിച്ചുട്ടൻ ദോശ കഴിക്കില്ല, ഈ ദോശ കഴിക്കില്ല. നമ്മുടെ സാധാ നീർദോശയില്ലേ, അതാണ് വിച്ചു കഴിക്കുള്ളൂ. ഈ ഉഴുന്ന് ദോശ അവനങ്ങനെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് 3 പേർക്കും ഈ ദോശയും അവന് 2 ദോശ മറ്റേ ദോശയും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ ചമ്മന്തിയും, അതാണ് ഇന്നത്തെ കോമ്പിനേഷനായിട്ട് ചെയ്യാൻ പോകുന്നത്. ഇവർ രണ്ടുപേരും എൻ്റെ കൂടെ എണീറ്റിട്ട് ഈ കിച്ചണിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യത്തേക്കാളും കുറച്ച് തണുപ്പ് കൂടുതലാണല്ലോ. നിലത്തൊന്നും ചവിട്ടാൻ പറ്റാത്ത അത്രയും തണുപ്പുണ്ടായിരുന്നു. എന്നിട്ടും ഇവരെൻ്റെ കൂടെ വന്നിട്ട് ചെറിയ ആൾ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് എൻ്റെ തൊട്ടപ്പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. മറ്റാൾ അച്ചമ്മേൻ്റെ പുതപ്പേറ്റ് വന്നിട്ട് തണുത്ത് വിറയ്ക്കുന്നുണ്ട്. അവിടെ എങ്ങാനും പോയി കിടന്നാൽ പോരെ, അത് പറഞ്ഞാൽ കേൾക്കത്തുമില്ല. അപ്പോൾ എൻ്റെ കൂടെ അടുക്കളയിൽ തന്നെ വന്ന് നിൽക്കണം. അച്ചമ്മേൻ്റെ പുതപ്പ് എടുത്തിട്ട് തണുപ്പ് സഹിക്കാൻ വയ്യായിട്ട് നിലത്താണ് കിടക്കുന്നത്, അതും ടൈൽസിൽ. അപ്പോൾ തണുപ്പ് കൂടത്തല്ലേ ഉള്ളൂ. ഞാൻ എണീറ്റ് അകത്ത് പോയി കിടക്കാൻ പറഞ്ഞിട്ട് പുതപ്പ് കൊണ്ടുവയ്ക്കുക, അവിടെ അകത്ത് പോയി കിടന്നു എന്ന് പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല. എന്നെ ചുറ്റിപ്പറ്റി രണ്ടുപേരും നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ ദോശപ്പരിപാടി ഇവിടെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളെ താഴത്ത് നിർത്തിയത് നിൽക്കില്ല, ഒക്കെ തന്നെ ഇരിക്കണം. അപ്പോൾ അവനെയും വെച്ച് നമ്മൾ ദോശയൊക്കെ ചുട്ടു. ദോശപ്പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അവളോട് നിലത്തുനിന്ന് എണീക്കാൻ പറഞ്ഞപ്പോൾ അവൾ നിലത്തുനിന്ന് എണീറ്റിട്ട് ചെയറിൽ വന്നിരിക്കുന്നുണ്ട്. നല്ല തണുപ്പ് ഇട്ടിട്ട് അതാണിട്ട് അവളിങ്ങനെ എന്താ പറയുക, തണുത്ത് മരവിച്ചിരിക്കുന്നത് പോലെ ഇങ്ങനെ പുതച്ച് മൂടിയിരിക്കുന്നത്. കിടക്കാൻ പറഞ്ഞിട്ട് അവൾ കിടക്കുന്നില്ല. ഞാനൊക്കെ ആണെങ്കിൽ എപ്പോഴോ പോയി കിടന്നിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ചമ്മന്തിക്കുള്ള തക്കാളി ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിയുകയാണ്. വിച്ചൂട്ടൻ അവിടെ അപ്പോൾ അപ്പുറത്ത് നിന്നിട്ട് അമ്മ വിശക്കുന്ന് പാപ്പു പാപ്പു എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അവനല്ലെങ്കിൽ ഈ ദോശ ചുട്ടിട്ടില്ല, കുറച്ച് ലേറ്റായ ഭയങ്കര വിശപ്പാണ് കണ്ടോ. അപ്പോൾ രണ്ടുപേരും ഈ കാര്യത്തിൽ ഭയങ്കര ഒത്തൊരുമയാണ്. എന്താ വെച്ചാൽ അച്ഛൻ്റെ ഫോണായിട്ട് വന്നിട്ട് ഏട്ടൻ്റെ ഫോണായിട്ട് വന്നിട്ട് രണ്ടുപേരും കൂടി ഇരുന്ന് കാണുവാണ്. അപ്പോൾ അടി കൂടാതിരുന്നാലേ ഫോൺ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ആ ഫോൺ വാങ്ങി വയ്ക്കും. അപ്പോൾ രണ്ടുപേരും ഒരു കോംപ്രമൈസിൽ ഇരുന്നിട്ട് കാണുവാണ് കേട്ടോ. പുതപ്പൊക്കെ പുതച്ചിട്ട് കാലിൽ തണുപ്പ് കയറാതിരിക്കാൻ പുതപ്പേറ്റ് പുതച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് വിച്ചോട്ടന് നീർദോശ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ദോശ ഞാൻ കഴിക്കുള്ളൂ, പിന്നെ നമ്മൾ 2 ഉണ്ടാക്കിയെന്നുള്ളൂ. അങ്ങനെ ദോശയും കൂടെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചമ്മന്തിക്കുള്ള പരിപാടി, വെളിച്ചെണ്ണ ഒഴിച്ച് തക്കാളി ഉള്ളിയും വെളുത്തുള്ളിയും മുളക് പൊടി ഇട്ടിട്ട് വാട്ടിയിട്ട് നമ്മൾ ചമ്മന്തിയും ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അതിലേക്കുള്ള പരിപാടികളൊക്കെ റെഡിയായി. നമ്മൾ ചൂടാറിയതിന് ശേഷം മിക്സിയിൽ ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക. അപ്പോൾ രാവിലത്തെ പരിപാടി ഏകദേശം ഇത്രയ്ക്കുള്ളൂ. അപ്പോഴേക്ക് വിച്ചോട്ടന് നമ്മളവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവൻ തന്നെത്താൻ കഴിച്ചോളും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇവൻ ചമ്മന്തി മാത്രമാണ് വാരി കഴിക്കുന്നത്. അത്ര ഇഷ്ടമാണ് അവന്. വിച്ചോട്ടൻ ചേച്ചി വരാനുള്ള ടൈമൊന്നുമില്ല, അവൻ അത്രയും വിശപ്പായതുകൊണ്ട് അവൻ അങ്ങോട്ട് ആദ്യം കൊടുത്തു. അല്ലെങ്കിൽ രണ്ടുപേരും കൂടി ഇരുന്നിട്ടാണ് കഴിക്കാറ്. അപ്പോൾ തുമ്പിമോളോട് പല്ല് തേക്കാൻ രാവിലെ എണീറ്റപ്പോൾ തുടങ്ങിയ പറച്ചിലാണ്. അവൾ പിന്നെ ആവട്ടെ പറഞ്ഞിട്ട്. അപ്പോൾ അതുവരെ
വിച്ചുവിന് ക്ഷമയില്ല. അപ്പോൾ വിച്ചുട്ട് അവിടെ കഴിച്ചിട്ടുണ്ട്. എണീക്കുമ്പോൾ തുടങ്ങി പറയും തുമ്പിമോളെ പോയി പല്ല് തേക്കി അതുവരെ അവൾ കേൾക്കില്ല കേട്ടോ. ചായ വിച്ചുവിന് കൊടുക്കാം. വിച്ചു രാവിലെ എണീറ്റ് പല്ലും മുഖമൊക്കെ കഴുകി അവൻ ഭക്ഷണം കഴിക്കാൻ സെറ്റപ്പിലാണ്. അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല എന്നുള്ളൂ. അവൻ്റെത് ആദ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവളോട് എത്ര പറഞ്ഞാലും ഇവൾ കേൾക്കില്ല. എന്നിട്ട് വിച്ചുവിന് കൊടുക്കുന്ന ടൈമായാൽ പല്ല് എന്തെങ്കിലുമൊക്കെ ഒരു കള്ളത്തരം ഒപ്പിച്ച് വേഗം ഒരുതിങ്ങാണ്ട് ചായ കുടിക്കാൻ വന്നിരിക്കാറാണ്. അപ്പോൾ അതിന് ഞാൻ സമ്മതിച്ചില്ല. അങ്കലവാടി പോകുന്ന ദിവസമാകുമ്പോൾ കുണു എന്നൊക്കെ ആക്കിയിട്ട് വേഗം പല്ലേച്ച് വന്നിരിക്കും. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊക്കെ കൂടുമ്പോഴൊക്കെ ഉമിക്കീരി വെച്ചിട്ട് പല്ല് തേക്കാറുണ്ട്, ഒന്ന് നല്ല വൃത്തിയാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചായയൊക്കെ കൊടുത്തതിൻ്റെ കുറച്ച് പാത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചു. പിന്നെ ക്ലീനിങ് പരിപാടിയാണ്, അടിച്ചുവാരലും തുടക്കലുമാണ്. അപ്പോൾ അടിച്ചുവാരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് രണ്ടുപേരും ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ പുറത്ത് വലിയച്ഛൻ്റെ ഓട്ടോ ഉണ്ടായിരുന്നു, ഓട്ടോയിൽ വന്നിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ തുടക്കലും അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. തുടക്കൽ പരിപാടിയും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ കുറച്ച് മീൻ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറി എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കറിക്കുള്ളത് കലക്കി നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ വിഭവസമൃദ്ധമായിട്ട് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമ്മളെ സാധാരണക്കാരെ എന്തെങ്കിലുമൊക്കെ ഒരു തോരനും ഒരു കറിയും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഉപ്പേരി അങ്ങനെ ആർക്കും ഇഷ്ടമല്ല, അങ്ങനെ ആരും കഴിക്കില്ല. അപ്പോൾ കുറച്ച് പയർ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2-3 ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടിട്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിക്കൂട്ട് ഉപ്പേരി ഒക്കെ ആക്കാമെന്ന് വിചാരിച്ച്. പയർ മാത്രമായാൽ തികയത്തുമില്ല. അപ്പോൾ വേറെ ഒന്നും ഇല്ലേനും. അപ്പോൾ 2 ഉരുളക്കിഴങ്ങും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് ഒരു നൈസായിട്ടൊരു ഉപ്പേരി അങ്ങോട്ട് തട്ടിക്കുട്ടി ഒപ്പിച്ച്. നിങ്ങൾ വിചാരിക്കും ആരെങ്കിലും പയറുപ്പേരിയിലൊക്കെ ഉരുളക്കിഴങ്ങൊക്കെ ഇടുമെന്ന്. പക്ഷേ ഇവിടെ ഇടും, ഞങ്ങൾ കഴിക്കുകയും ചെയ്യും. ഉരുളക്കിഴങ്ങ് ഇനി എന്തിലിട്ടാലും ഞങ്ങൾ കഴിക്കും കേട്ടോ. പിള്ളേർക്കും എനിക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. ഏട്ടനാണ് പിന്നെ ഇഷ്ടമല്ലാത്തത്. ഞങ്ങളിവിടെ ഉരുളക്കിഴങ്ങ് എന്ത് ചെയ്താലും കഴിക്കുന്നവരാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ടു. നമ്മളെ സന്തോഷമാണല്ലോ നമുക്ക് വലുത്. കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. എഡിറ്റ് ചെയ്യാനുള്ള ഒരു മടിയും പിന്നെ ഇവരെ ഒന്ന് സൈലൻ്റ് ആയാലൊക്കെ അല്ലേ നമുക്ക് വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. ഏത് നേരം ഒരു ബഹളമായിരിക്കും. പിന്നെ ചില ദിവസങ്ങളിൽ രാത്രി എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. ആ രാത്രി ഞാൻ ചിലപ്പോൾ കിടന്നുറങ്ങും. അങ്ങനെയൊക്കെ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായി. ഇപ്പോഴാണ് നമുക്ക് അതിനുള്ള ശുഭമുഹൂർത്തമായിട്ടുള്ളത്. അപ്പോൾ പിന്നെ അങ്ങോട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഫ്രിഡ്ജിൽ ഇന്നലത്തെ കുറച്ച് ചോറ് ഇരിക്കുന്നുണ്ടായിരുന്നു, അതും തിളപ്പിച്ച് ഊറ്റി അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. നമ്മൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പരിശീലിച്ച് വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ 2-3 വീഡിയോസൊക്കെ അങ്ങനെ ഇടുമ്പോഴേക്ക് ശരിയാവുമായിരിക്കും. അപ്പോൾ അതെടുക്കാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ ശരിക്കും കറിയൊക്കെ വെക്കുന്നുണ്ടല്ലോ, ചോറ് വരെ വെക്കുന്നില്ലേന്ന്. അപ്പോൾ ചോറ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് തിളപ്പിച്ച് ഊറ്റി വെക്കുന്നതായതുകൊണ്ട് ഞാനത് വീഡിയോയിൽ പെടുത്താൻ അങ്ങോട്ട് വിട്ടുപോയി. അപ്പോഴേക്ക് വീട്ടിൽ 2-3 സാധനങ്ങളില്ലായിരുന്നു. അപ്പോൾ ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടൻ പോയിട്ട് കടയിൽ പോയി സാധനം വാങ്ങി വരുന്നുണ്ട്. ഈ കുളി പോലും കഴിക്കാത്ത തുമ്പിമോളെ കൂട്ടിയിട്ടാണ് ഏട്ടൻ പോയിട്ടുള്ളത്. ഏട്ടൻ പോകുന്നത് ഞാൻ കണ്ടില്ല, ഇവൾ കൂടെ ഉള്ളതും ഞാൻ കണ്ടിട്ടില്ല. പോയി വന്നതിൻ്റെ ശേഷമാണ് ഞാൻ കാണുന്നത്. ഈശ്വര, ഈ കോലത്തിലാണോ അവൾ കടയിൽ പോയി വന്നതെന്ന്. പിന്നെ അവിടെ അടുത്താണ് കട, അങ്ങനെ ദൂരത്തോട്ടൊന്നും പോകാനില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഏട്ടൻ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് അകത്തോട്ട് കൊണ്ടുവയ്ക്കണം. അപ്പോൾ ഈ കാണുന്ന ആൾ നമ്മുടെ അടുത്ത് തന്നെയുള്ള കുട്ടിയാണ്. വിച്ചുടനെ എടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും വരുന്നതാണ്. അവളുള്ളതുകൊണ്ട് പിന്നെ നമ്മൾക്ക് അങ്ങനെ അധികം ഇവനായിട്ട് ഇങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല. സ്കൂളില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ അവർ നോക്കിക്കോളും എൻ്റെ കാര്യം. നമ്മൾ എന്താ പറയുക, ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ചൊക്കെ നിർത്തി കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകും അവരടുത്ത വീട്ടിലോട്ട്. അപ്പോൾ പിന്നെ കുറേ കഴിഞ്ഞിട്ടേ കൊണ്ടുവരുള്ളൂ. അപ്പോൾ നമ്മുടെ പണികളും കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ ഒതുക്കാനുള്ള സമയം കിട്ടുകയും ചെയ്യും. അവരുള്ളതുകൊണ്ട് ഭയങ്കര ഒരു ആശ്വാസമാണ് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഇട്ടാൽ. അല്ലെങ്കിൽ സ്കൂൾ വിട്ടാൽ വൈകുന്നേരം ആയാലും അവരിവിടെ എന്നും ഹാജരായിട്ടുണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് എന്തുണ്ടാക്കിയാലും നമുക്കിവിടെ ഇഷ്ടമാണ്. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ എന്താ പറയുക, വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കായം തേച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇവിടെ നല്ല ഇഷ്ടമാട്ടോ. നമ്മളിങ്ങനെ മീനൊന്നും കിട്ടാത്ത ദിവസങ്ങളിൽ ഇതും ചോറ് മാത്രം മതി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. തുമ്പിമോക്കും വിച്ചുട്ടനൊക്കെ ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മളിത് ഉണ്ടാക്കി ഏട്ടനും ഇത് ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിള്ളേരൊക്കെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്ന് അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുമ്പിനെ തേക്കുമ്പോൾ തുമ്പി പറയും വിച്ചുട്ടനെ തേക്കാൻ, വിച്ചു പറയും ചേച്ചീനെ തേക്കാൻ. അങ്ങനെ രണ്ടുപേരെ എണ്ണയൊക്കെ തേപ്പിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഇവരുടെ കുളി കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് കുളിക്കാൻ വേണ്ടിയിട്ട്. ഇവർ രണ്ടുപേരും കുളിക്കാൻ കയറിയ 1.5 മണിക്കൂർ അവർക്ക് വേണം. വയറുമ്മലും മുഖത്തൊക്കെ ആയിട്ട് സോപ്പൊക്കെ തേച്ച് കുറേ നേരം കുളിമുറി തന്നെ അവരുടെ സമയം സ്പെൻഡ് ചെയ്യും കേട്ടോ. ഇവരങ്ങോട്ട് കുളിപ്പിച്ചിറക്കിയിട്ട് വേണം എനിക്ക് അങ്ങോട്ട് കുളിക്കാൻ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഓണാക്കി വെച്ചപ്പോൾ രണ്ടുപേർക്കും തോർത്തുമുണ്ടൊക്കെ ചുറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിച്ചുട്ടന് തോർത്തെടുത്തിട്ട് നടക്കാൻ പറ്റണില്ല. അതാണ് ഇങ്ങനെ
ഇങ്ങനെ ഒരു ടൈപ്പിൽ നടക്കുന്നത്. അങ്ങനെ എൻ്റെ കുളിയും കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഏകദേശം ഒരു 1:15 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പ്ലേറ്റൊക്കെ എടുത്ത് ചോറൊക്കെ കാര്യങ്ങളൊക്കെ വിളമ്പിയിട്ടുണ്ട്. നമ്മുടെ പയറുപ്പേരിയും ഉരുളക്കിഴങ്ങ് പൊരിച്ചതും പിന്നെ ഇന്നലത്തെ കുറച്ച് നമ്മുടെ മുതിര ഉപ്പേരി ഉണ്ടാക്കിയതില്ല അതും ഉണ്ടായിരുന്നു. അതൊന്ന് ചൂടാക്കിയിട്ട് ആ ഉപ്പേരിയും പിന്നെ കുഞ്ഞമ്മത്തീൻ്റെ നല്ല മുളകിട്ട മീൻകറിയും കൂട്ടിയിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിക്കാം. അപ്പോൾ വീച്ചോട്ടനും ഏട്ടനും എല്ലാവരും അപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മൾ അടുക്കളയിൽ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കൽ, ടേബിളിൽ പോയി ഇരുന്നിട്ടൊന്നല്ല കഴിക്കില്ല. അപ്പോൾ വീച്ചോട്ടന് അവിടെ കൊടുത്താൽ അവിടെ ഇരുന്ന് കഴിച്ചോളും. അവൻ എല്ലായിടത്തും ആക്കുന്നതുകൊണ്ട് അവനെ ഞാൻ ആ മുകളിൽ കയറ്റിയിട്ട് അവിടെ മാത്രം ക്ലീൻ ആക്കിയാൽ മതിയല്ലോ. അപ്പം ഞാൻ അവിടെ മുകളിൽ ആ സ്ലാബുമ്മലാണ് അവൻ ഇരുത്താറ്. തുമ്പിക്ക് അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ തുമ്പീൻ്റെ തല അവിടെ മുട്ടുന്നതുകൊണ്ട് അവൾക്ക് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഏട്ടനും ഇപ്പുറത്തിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. തുമ്പിമോള് നിലത്താണ് ഇരിക്കുന്നത്, അവിടെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ തുമ്പി പറഞ്ഞു എൻ്റെ കൂടെ ആരും ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടം വന്നപ്പോൾ ഞാൻ തുമ്പീൻ്റെ അടുത്ത് ഇറങ്ങിയിരുന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു കുഞ്ഞ് ഡേ എന്ന് പറയുന്നത്. വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്